കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അതോടുകൂടി കോൺഗ്രസും യു.ഡി.എഫും തകരുമോ സമ്പൂർണ്ണമായിട്ട് വീണ്ടും? ഒന്നാമത്തെ ഉത്തരം, അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ തെരഞ്ഞെടുത്ത നേതാക്കളിൽ തന്നെ അതിൽ നിന്നൊരാളെ മുഖ്യമന്ത്രിയാക്കാൻ AICCക്കോ അല്ലെങ്കിൽ അതിന്റെ ഹൈക്കമാൻഡിനോ ഒട്ടും പ്രയാസം ഉണ്ടാവില്ല. അതായത് ഇവിടെ ജനം വോട്ട് ചെയ്തത് ലീഡർഷിപ്പിന്റെ ശക്തിയും കൂടി നോക്കിയിട്ടാണ്. അതായത് നിലപാടുകൾ ഉള്ള ആൾക്കാര്, പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ആൾക്കാര്, കൺസിസ്റ്റന്റ് ആയിട്ട് ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആൾക്കാര്, അവരെ ജനം വിശ്വസിക്കും. ആ വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോ നടന്ന തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള സത്യപ്രതിജ്ഞയും വരാൻ പോകുന്നത്. അപ്പോ അത് VD സതീശൻ ഉയർത്തിയ ആദർശങ്ങളോട്, അദ്ദേഹം കൊടുത്ത വാക്കുകളോട്, അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ജനങ്ങൾക്കറിയാം. ജനങ്ങള് എല്ലാം നോക്കിയിട്ടാ വോട്ട് ചെയ്യുന്നത്. അവിടെ ലീഡർഷിപ്പ്, UDFന്റെ ലീഡർഷിപ്പ് സതീശന് മാത്രമായിരുന്നു. അങ്ങനെയുള്ള VD സതീശനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരാളെ മുകളിൽ നിന്ന് കൊണ്ട് പ്രതിഷ്ഠിക്കാനൊന്നും പറ്റുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. കേരളത്തിലെ ജനങ്ങള് അവരുടെ വിജയത്തിന് ആധാരമായ കാര്യങ്ങൾക്കെതിരായി ആരെങ്കിലും കൊണ്ട് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്രസ്ഥാനത്തിന് നാശം ഉണ്ടാക്കും. അതുകൊണ്ട് ഇവിടെ എല്ലാവരും, വീട്ടമ്മമാരടക്കം ഇത്ര ശക്തമായ വോട്ട് UDFന് അനുകൂലമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ അതിന് കാരണക്കാര് അവർക്കെതിരെ ജനം തിരിയും. ഘടകകക്ഷികൾ പോലും, മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് ആയിക്കൊള്ളട്ടെ, RSP ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും അടിയുറച്ച് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് VD സതീശൻ ഉന്നയിച്ച ആശയങ്ങളോട്, ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾ മാറ്റാൻ അദ്ദേഹം മുന്നിൽ വെച്ച പദ്ധതികളോട് ഉള്ള വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തിക്ക് ഇതേപോലെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമോ? VD സതീശൻ ഇവര് ഇടതുപക്ഷം അവതരിപ്പിച്ച് അവർ നടപ്പായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലെ ഓരോ ഏരിയയിലെ അതെങ്ങനെ അതിജീവിക്കാമെന്നുള്ള ഫോർമുലയാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. അപ്പൊ അങ്ങനെ കൃത്യമായ ഫോർമുല വെച്ച്, കൃത്യമായ വീക്ഷണത്തോടുകൂടി, കൃത്യമായ വിഷനോടുകൂടി ഒരു ഇലക്ഷനെ അഭിമുഖീകരിച്ച നേതാവ്, ആ നേതാവിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് ഒക്കെ ആരുടെയെങ്കിലും താല്പര്യം അനുസരിച്ച് മീഡിയകൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നേതാക്കൾക്ക് സ്വയം തോന്നിയ എനിക്കിനിയിപ്പോ ഒരു മുഖ്യമന്ത്രി ആകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് നഷ്ടപ്പെടൂലേ? കോൺഗ്രസിന് മാത്രം ഒരു MP സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സമയത്ത്, അത് നഷ്ടപ്പെടും. ഒരു MLA ജയിച്ചത് രാജിവെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വന്നാൽ ഇതൊന്നും പ്രാവർത്തികമല്ല. കോൺഗ്രസ് നേതൃത്വം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ജനഹിതം അനുസരിച്ച് VD സതീശനെ മുഖ്യമന്ത്രിയാക്കും. ഇന്നിപ്പോ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഖ്യമന്ത്രി പദം എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി പദം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മന്ത്രിസഭയിലേക്ക് പോലും ഇല്ല എന്നുള്ളതാണ് VD സതീശന്റെ നിലപാട്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും നിലപാടുകളുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളാണ് VD സതീശൻ. അപ്പോൾ VD സതീശൻ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞത്, ഞാനിത് നടപ്പാക്കും, എനിക്ക് 5 കൊല്ലം കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അത് നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവനാ മന്ത്രിസഭയിൽ ഇരുന്നിട്ട് എന്താ കാര്യം? അദ്ദേഹം ഇരിക്കില്ല. അദ്ദേഹത്തെ പോലെ ദീർഘവീക്ഷണത്തോടുകൂടി നല്ല വിഷനോടുകൂടി ഉള്ള ആൾക്കാരല്ല മന്ത്രിസഭയിലുള്ളതെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം നിൽക്കില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹം മാറി MLA ആയിട്ട് നിൽക്കും. അദ്ദേഹത്തിന് എന്തെല്ലാം ഫീൽഡിൽ ഷൈൻ ചെയ്യാം,
എഴുത്തിൽ ഷൈൻ ചെയ്യാം, പ്രസംഗത്തിൽ അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കാണ്. അതുകൂടാണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രി ആവണമെന്ന് തന്നെ ഇല്ല. അദ്ദേഹം വേണ്ട, ഞാൻ MLA ആയിട്ട് ഇരുന്നോളാം, ഞാൻ ഇവിടെ എന്റെ നാട്ടില് വികസന പ്രവർത്തനങ്ങൾ നടത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറും. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നിലപാടുകളുടെ രാജാവാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേ പറ്റൂ. അത് കൊടുത്തിരിക്കും. ജനഹിതം അതനുസരിച്ചിട്ടായിരിക്കും. അതൊന്നും പ്രഖ്യാപിച്ചു നോക്കട്ടെ, വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. കേരളത്തിലെ ജനങ്ങളിറങ്ങി എങ്ങനെയാണ് പ്രതികരിക്കണേന്ന് നോക്കിക്കോളൂ. ആ പ്രതികരണത്തിന്റെ മുന്നിൽ വേണുഗോപാലിന് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റൂല. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരു ചർച്ചയില് ഒരു പ്രമുഖനായ വ്യക്തി പറഞ്ഞായിരുന്നു, ജനം ഇളകാൻ പോകുമ്പോ ഇവർക്ക് ആർക്കും അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന ശക്തി ഉണ്ടാവില്ലെന്ന്. അതേപോലെ വരും. അത് മാത്രമല്ല, നമുക്കറിയാം ആലപ്പുഴ പാർലമെന്റ് സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. വീണ്ടും അത് BJPക്ക് ഒരു വഴിയൊരുക്കുന്ന ഒരു നിലപാട് കൂടി ആയിരിക്കും അല്ലെ, KC മുഖ്യമന്ത്രി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഉറപ്പായിട്ടും. അതുകൊണ്ട് ഇതൊക്കെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആയത് കിട്ടിയില്ലെങ്കിൽ മന്ത്രിമാരിൽ താൻ പറയണ കുറെ ആൾക്കാരെ പിടിച്ച് നല്ല വകുപ്പുകളൊക്കെ കൊടുക്കാനുള്ള ചില ചിന്തകളായിരിക്കും. ഇതൊന്നും നടക്കാൻ പോണില്ല. VD സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹത്തിന് AICCയുടെ പെർമിഷനോടുകൂടി അദ്ദേഹം ഒരു ടീമിനെ ഉണ്ടാക്കും. ആ ടീം നന്നായി ഭരിക്കും, മാതൃകാ ഭരണം നടത്തും. വേണുഗോപാൽ വിചാരിക്കണ പോലെ പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെക്കാനോ അല്ലെങ്കിൽ വീണ്ടും എവിടെയെങ്കിലും ഒരു മത്സരിക്കാനോ ഒന്നും കോൺഗ്രസിൽ അനുമതി കിട്ടില്ല. അദ്ദേഹം AICCയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഒക്കെ ആയിരിക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം കൊളരായ്മയ്ക്ക് AICC കൂട്ടുനിൽക്കൊന്നുമില്ല. അപ്പോ രമേശ് ചെന്നിത്തലയ്ക്കും ഒരു മോഹം ഉള്ളതല്ലേ, മുഖ്യമന്ത്രി കസേരയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്കും ഒരു മോഹം ഉള്ളതല്ലേ? മോഹമുണ്ടെന്ന് പറഞ്ഞ് ഈ തവണത്തെ 2026 നിയമസഭാ ഇലക്ഷന് വാട്ട് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ, രമേശിന്റെ കോൺട്രിബ്യൂഷൻ എന്താ, അത് തന്നെ പഠിച്ചാൽ മതി. ഈ തവണത്തെ ഇലക്ഷൻ അദ്ദേഹത്തിന്റെയൊക്കെ പ്രായം കഴിഞ്ഞുപോയി. അദ്ദേഹം ഏതാണ്ട് 20 വയസ്സിൽ തുടങ്ങിയതല്ലേ, 26 വയസ്സിലും മന്ത്രിയായ ആളല്ലേ. ഇനിയും ഇത് ഇത്ര കൊല്ലമായില്ലേ, എത്ര കൊല്ലമായി. അദ്ദേഹമൊക്കെ ഒരു നമ്മുടെ തൃപ്പൂണിത്തുറയിലത്തെ MLA ആയിരുന്ന ശ്രീ K. ബാബു ചെയ്ത പോലെ റിട്ടയർമെന്റ് എടുക്കേണ്ട സമയമാണ്, അല്ലെങ്കിൽ സീനിയർ ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. കേരളത്തെ നയിക്കാനൊന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ വീക്ഷണമൊന്നും പോരാ. അത് പഴയ മോഡലാണ്. പഴയ മോഡല് ഒരു കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ വേണ്ടേ. ന്യൂ ജനറേഷൻ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കേരളത്തിൽ നിന്നാണ്. ഒരാൾക്കും ഇവിടെ പഠിക്കണ്ട, ഒരാൾക്കും ഇവിടെ ഒരു ജോലി വേണ്ട, എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. അങ്ങനെ കാർന്നവന്മാരുടെ മാത്രം അല്ലെങ്കിൽ വൃദ്ധന്മാരുടെ മാത്രം ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂത്തിനെ പിടിച്ചു നിർത്താനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും അവരുടെ കൂടെ ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒക്കെയുള്ള ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അത് VD സതീശനെ പോലെയുള്ള യങ്സ്റ്റേഴ്സിന്റെ മൈൻഡ് അറിയുന്നവരായിരിക്കണം. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.